Guten Tag, willkommen auf meinem Kanal. Welcome to my channel Easy German in Malayalam. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രിട്ടിയറിട്ടും പാസ്റ്റ് ടെൻസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നോക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 2-3 പോസ്റ്റ് കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ സെൻറ്റൻസുകൾ അതിൻ്റെ ആൻസർ നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലായ കാര്യം മിക്കവർക്കും ഇതിൻ്റെ കോൺജുഗേഷൻ ബുദ്ധിമുട്ടാണ്. മിക്കവർക്കും അത് തെറ്റിപ്പോകുന്നുണ്ട്, പ്രിപ്പോസിഷൻ തെറ്റിപ്പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാം ഷ്രൈബനുകളിലും നിങ്ങൾക്ക് മാർക്ക് കിട്ടാണ്ട് പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം പാസ്സാവാൻ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. കാര്യം ഇപ്പോൾ ഒരു സിമ്പിൾ ഒരു മെയിൽ എഴുതാനായിട്ട് നമുക്ക് തന്നാലും ഇപ്പം അതിൻ്റെ ഒരു ചെറിയ കാര്യം നമ്മളിപ്പോൾ വിട്ടു, ഇപ്പം പ്രിപ്പോസിഷൻ അതിപ്പം ആവോട്ടെ എന്നൊരു നിങ്ങൾ വിടുമ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് മാർക്ക് ചെക്ക് ചെയ്യും. ഇപ്പം അതിൻ്റെ വെർബ് കോൺജുഗേഷൻ ആയിരുന്നാലും ശരി, പ്രിപ്പോസിഷൻ ആയിരുന്നാലും ശരി, പിന്നെ നമ്മൾ എഴുതുന്നതിൽ ഇപ്പം നൗണാണെങ്കിൽ അതെപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം ഫസ്റ്റ് ലെറ്റർ എഴുതേണ്ടത്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടുപോകുമ്പോഴാണ് നിങ്ങൾക്ക് എക്സാം പാസ്സാവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കാര്യം അവർക്കൊരു മാർക്കിംഗ് സ്കീം ഉണ്ടല്ലോ, അപ്പോൾ ഇന്നത് ബേസ് ചെയ്തിട്ട് ആയിരിക്കുമല്ലോ അവർ മാർക്ക് ഇടുന്നത്. അപ്പം ഞാൻ ശരിക്കും നിങ്ങൾക്ക് എന്താണ് ഇപ്പം ഡെയിലി ഷോർട്സ് വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ ആ ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പം മിക്കവർക്കും വെർബ് കോൺജുഗേഷൻ തന്നെ പാടാണ്. ഇപ്പം ഇയർ, അതായത് ഇപ്പം സൈൻ എന്ന് പറഞ്ഞൊരു വെർബിൻ്റെ കോൺജുഗേഷൻ പറയുകയാണെങ്കിൽ ഇഷ് ബിൻ, ദു ബിസ്ത്, എർ സി എസ് ഇസ്ത്, വിയർ സിന്ത്, ഇയർ സൈറ്റ്, സി സി സിന്ത്. അതിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇയർ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലുള്ള, അതായത് പ്ലൂറലാണ്, അതുപോലെ ഇൻഫോർമലാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇത് ശരിക്കും സൈൻ ഹാബൻ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള വെർബുകളാണ്. അപ്പോൾ അതിൻ്റെ കോൺജുഗേഷൻ തന്നെ പലർക്കും തെറ്റിപ്പോകുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇംഗ്ലീഷും മീനിങ് കൂടി ചേർത്തിട്ടൊക്കെയാണ് ഞാൻ മിക്കതിൽ ഇട്ടത്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഓരോ വെർബിൻ്റെയും കോൺജുഗേഷൻ ഒരു വീഡിയോയിൽ ഒരു വെർബിൻ്റെ കോൺജുഗേഷനായിട്ട് ഞാനിങ്ങനെ ഇടാം. അപ്പം നിങ്ങൾ ഡെയിലി അത് കണ്ട് അത് നിങ്ങൾ പഠിക്കുക. അപ്പം നിങ്ങൾക്കത് ഷ്രൈബനിലൊക്കെ ആയാലും കൂടുതൽ ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ പ്രസൻസ്, അതായത് പ്രസൻറ്റ് ടെൻസും പെർഫെക്റ്റ് ടെൻസും പാർട്ടിസിപ്സ് വയൊക്കെ ഞാൻ ധാരാളം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കയറി കാണുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ്, അതായത് പ്രിട്ടിയറിട്ടുമാണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയുന്ന ടെൻസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഇങ്ങനെ എഴുതിയേക്കുന്ന പോലെ തന്നെ പ്രിട്ടിയറിട്ടം ഈസ് എ പാസ്റ്റ് ഫോം, അതായത് സിമ്പിൾ പാസ്റ്റ്, മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ഷ്രൈബൻ. അതായത് ഇപ്പോൾ റിപ്പോർട്ട്സ്, നറേഷൻ, സ്റ്റോറീസ്, ഈ ന്യൂസ് പേപ്പറിലൊക്കെ ഈ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുക. പിന്നെ കോൺജുഗേഷൻ ഓഫ് ഇഷ്, എർ, സി, എസ് remains same for preteritum of all the verbs. അതായത് ഇപ്പം നമ്മൾ ഈ മൊഡാൽ വെർബം പഠിക്കുമ്പോഴേ ഇഷിൻ്റെയും അതുപോലെ തന്നെ എർ, സി, എസ് ഇതിൻ്റെയും കോൺജുഗേഷൻ സെയിം ആയിരിക്കില്ലേ, അതുപോലെ തന്നെ ഇതിലും സെയിം തന്നെയായിരിക്കും. അത് നമുക്ക് പിന്നീട് താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാകും. 2 types of verbs, അതായത് റെഗുലർ വെർബും ഉണ്ട്, ഇറഗുലർ വെർബും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് റെഗുലർ വെർബിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ കോൺജുഗേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. റെഗുലർ വെർബിൻ്റെ കേസിൽ നമ്മളിപ്പോൾ റൂട്ട്, അതായത് ഇപ്പോൾ ഒരു വെർബ് എടുക്കുവാണെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന പോലെ മഹൻ മീൻസ് ടു ഡു, ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റത്തെ ഈ എൻ റിമൂവ് ചെയ്തതിന് ശേഷം വരുന്ന ബാക്കിയുള്ള ഭാഗത്തെയാണ് ഈ റൂട്ട് എന്ന് വിളിക്കുന്നത്. അപ്പം പിന്നീട് ഈ റൂട്ട് മഹ് എന്നുള്ളതാണ് റൂട്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ അല്ലെങ്കിൽ നമ്മൾ ഇ ടി ആഡ് ചെയ്യും. അതിൽ ഇ ടി ആഡ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ റൂട്ടിനൊപ്പം, അതായത് ഈ എൻ റിമൂവ് ചെയ്തതിന് ശേഷം ആ വേർഡ് അവസാനിക്കുന്നത് ഡി അല്ലെങ്കിൽ ടിയിലാണെങ്കിൽ നമ്മളൊരു ഇ ടി കൂടി ആഡ് ചെയ്ത് കൊടുക്കും. എന്തിനാണെന്ന് വെച്ചാൽ
അത് പറയുന്നതിനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നീട് ഇ, ഇത്രയും കൂടി നമ്മളതിൽ ആഡ് ചെയ്യും. അപ്പം ഞാൻ ഈ കൊടുത്തിരിക്കുന്ന കോൺജുഗേഷൻ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇഷ്, എയർ, സി, എസ് ഇതിൻ്റെ ബേസിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അതിൻ്റെ ഇത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ മഹൻ എന്നുള്ളതിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇ എൻ റിമൂവ് ചെയ്തതിന് ശേഷം വരുന്ന ബാക്കി ഭാഗത്തെ നമ്മൾ റൂട്ടെന്ന് വിളിച്ചു. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം ഞാൻ ഇ എൻ റിമൂവ് ചെയ്തതിന് ശേഷം അത് ഡി ഒ ടിയിലാണോ അവസാനിക്കുന്നത്? അല്ലല്ലോ, എച്ച് അല്ലേ ഇവിടെ വന്നിരിക്കുന്ന ലെറ്റർ. സോ അപ്പം നമ്മൾ ഇ ടി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, പകരം എന്ത് ടി. ഓക്കെ, സോ മഹ് ഇവിടെ ഒരു ടി ആഡ് ചെയ്തു, അതിനുശേഷം ഇ, മഹ്റ്റ. മനസ്സിലായോ? സോ നമ്മൾ ഇ എൻ റിമൂവ് ചെയ്തു, ശേഷം റൂട്ട്, അതിനൊപ്പം ടി ആഡ് ചെയ്തു, പിന്നീട് ഡി ഒ ടി ഒ ആണോ എന്ന് നോക്കി അവസാനിക്കുന്നത് അല്ല, സോ നമ്മൾ ടി കൂടെ ഇയും ചേർത്തു. സോ മഹ്റ്റ. ഇനി അടുത്തൊരു വെർബ് നോക്കാം, ഷ്പീലൻ. ഷ്പീലൻ മീൻസ് ടു പ്ലേ, കളിക്കുക. സോ നമ്മൾ വീണ്ടും ഇ എൻ റിമൂവ് ചെയ്തു, അപ്പം ഡി ഒ ടിയിലാണോ അവസാനിക്കുന്നതെന്ന് നോക്കി, അല്ലാന്ന് മനസ്സിലായി. അപ്പം നമ്മൾ എന്ത് ആഡ് ചെയ്തു? ഇവിടെ ഈ ടി ആഡ് ചെയ്യുക, പിന്നീട് ഇ, ഷ്പീൽറ്റ. ഓക്കെ, അടുത്തത് വോണൻ. സോ ലാസ്റ്റത്തെ ഇ എൻ റിമൂവ് ചെയ്തു, ബാക്കി വരുന്ന റൂട്ട് ചെക്ക് ചെയ്തു, ഡി ഒ ടിയിലാണോ അവസാനിക്കുന്നതെന്ന് നോക്കി, അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഒരു ടി ആഡ് ചെയ്ത് കൊടുക്കുക, ശേഷം ഇയും കൂടി ആഡ് ചെയ്യുക, വോണ്ട്. അടുത്തത് ആർബൈറ്റൻ. ആർബൈറ്റൻ മീൻസ് ടു വർക്ക്, അതായത് ജോലി ചെയ്യുക. സോ അതിൻ്റെയും ഇ എൻ റിമൂവ് ചെയ്തു, ശേഷം അത് അവസാനിക്കുന്നത് ഡി ഓർ ടിയിലാണോ എന്ന് നമ്മൾ നോക്കി, അപ്പോൾ ആണ് അല്ലേ, അത് അവസാനിക്കുന്നത് ടിയിലാണ്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ഇ ടി ആഡ് ചെയ്യുക, ആർബൈറ്റ്, പിന്നെ ആ ഇ ടിയുടെ കൂടെ ഇയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. സോ ആർബൈറ്ററ്റ, ആർബൈറ്ററ്റ. അപ്പം നമുക്കത് കുറച്ചുകൂടി പറയാനായിട്ടൊരു എളുപ്പമുണ്ടല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഫ്രാഗൻ. ഫ്രാഗൻ മീൻസ് ടു ആസ്ക്. ഇ എൻ റിമൂവ് ചെയ്തു, ഡി ഓർ ടിയിലാണോ അവസാനിക്കുന്നതെന്ന് നോക്കി, അല്ല. അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ടി ആഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ ഇയും ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഫ്രാക്റ്റ. സോ ഇനി നമുക്കിതിൻ്റെ കോൺജുഗേഷൻ നോക്കാം. ഞാനൊരു 3 വെർബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു കോൺജുഗേഷൻ ആയതുകൊണ്ടാണ് ഞാനൊരു 3 വെർബ് എടുത്ത് പറയാമെന്ന് വിചാരിക്കുന്നത്. സോ മഹൻ മീൻസ് ടു ഡു, ഷ്പീലൻ മീൻസ് ടു പ്ലേ, കളിക്കുക, മഹൻ ചെയ്യുക, ആർബൈറ്റൻ ടു വർക്ക്, അതായത് വർക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ കോൺജുഗേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇഷിൻ്റെയും അതുപോലെ എയർ, സി, എസിൻ്റെയും കോൺജുഗേഷൻ സെയിം ആയിരിക്കും. സോ മഹൻ എന്നുള്ളതാണ് വെർബ്. ആ ഇ എൻ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ടി ആൻഡ് ഇ, ടി ഇ ആഡ് ചെയ്തു. സോ മഹ്റ്റ്, ഇഷ് മഹ്റ്റ്. ഇനി ദു മഹ്റ്റസ്റ്റ്. ഇപ്പം ഈ എസ് ഇവിടെ ഇപ്പം നിങ്ങൾ എക്സ്ട്രാ കാണുന്നത് ഈ ഒരു എസ് ടി. അപ്പം അതിൻ്റെ ഇപ്പം ഞാൻ എൻ്റെ A1 പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. വെർബിൻ്റെ കോൺജുഗേഷൻ ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബേസിക് റൂൾസൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. എസ് ടി ആഡ് ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ മഹ്റ്റസ്റ്റ്, അപ്പോൾ ഇ എസ് ടി, അതും അവർ പറയാനായിട്ടുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. സോ മഹ്റ്റസ്റ്റ്. പിന്നെ എർ, സി, എസ് മഹ്റ്റ്, വിയർ മഹ്റ്റൻ,
ihr machtet, sie machten. സോ നമ്മൾ ഇപ്പം ഏതിലാണ് ഇതുപോലെ EST എഴുതേണ്ടത് അല്ലെങ്കിൽ ET ഇടേണ്ടത് എന്നൊക്കെ നമ്മൾ ഈ കുറേ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആദ്യത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഈ വെർബിൻ്റെയൊക്കെ കോൺജുഗേഷൻ നിങ്ങൾ എഴുതി നോക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പിന്നീട് ആ വെർബ് നമുക്ക് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്തിനൊക്കെയാണ് EST ആഡ് ചെയ്യേണ്ടത്, ET ആഡ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്കത് എളുപ്പത്തിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും. ഓക്കെ, അടുത്തത് സ്പീലൻ. സ്പീലൻ മീൻസ് ടു പ്ലേ. So, ich spielte, du spieltest, sie spielte, wir spielten, ihr spieltet, sie spielten. So, ഇതാണ് സ്പീലൻ്റെ കോൺജുഗേഷൻ വരുന്നത്. അടുത്തത് ആർബൈറ്റൻ. ആർബൈറ്റൻ മീൻസ് ടു വർക്ക്. അതും സെയിം ഇതുപോലെ തന്നെയാണ്. പക്ഷേ ഇഷിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ കോൺജുഗേഷൻ നമ്മൾ നേരത്തെ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആർബൈറ്ററ്റ്. കാര്യം ഈ EN റിമൂവ് ചെയ്തതിന് ശേഷം ആ വെർബ് അവസാനിക്കുന്നത് ഈ DOR-Tയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ETE ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇഷ് ആർബൈറ്ററ്റ്, ദു ആർബൈറ്റസ്റ്റ്, sie arbeitet. Okay, so wir arbeiteten, ihr arbeitetet, sie arbeitet. ഓക്കെ, സോ ഇങ്ങനെയാണ് എൻ്റെ വെർബ് കോൺജുഗേഷൻ വരുന്നത്. ഇനി ഇവിടെ ഞാൻ മഹൻ എന്ന് പറഞ്ഞ വെർബ് എഴുതിയിട്ടുണ്ട്. അത് പെർഫെക്റ്റ് ഫോം എഴുതുമ്പോഴെങ്ങനെയായിരിക്കും? പാർട്ടിസിപ്സ് ആയി ഹാറ്റ് ഗമാഹ്റ്റ്, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. ഇനി ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് സിമ്പിൾ പാസ്റ്റ്. പ്രെട്ടിയറിട്ടും വരുമ്പോഴത്തേക്ക് അത് മഹ്റ്റ. സോ ഈ വെർബിൻ്റെ, അതായത് മഹൻ എന്നുള്ള വെർബാണ് ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് എടുത്ത് പറയുന്നത്. മഹൻ പ്രസൻസിൽ നമ്മൾ എഴുതി, അതായത് പ്രസൻറ്റ് ടെൻസ് നമ്മൾ ആദ്യം പഠിച്ചു. രണ്ടാമത് നമ്മൾ പഠിച്ചത് പാർട്ടിസിപ്സ് വൈ, പേസ് വൈ. സോ ഹാറ്റ് ഗമാഹ്റ്റ്, സൈൻ ഓർ ഹാബൻ. സെക്കൻഡ് പൊസിഷനിൽ സൈൻ ഓർ ഹാബൻ വരും. മഹൻ എന്ന് പറഞ്ഞ വെർബിന് വരുന്നത് ഹാറ്റ് ഹാബനാണ്. സോ ഹാറ്റ് ഗമാഹ്റ്റ്. പിന്നെ പ്രെട്ടിയറിട്ടും അത് മഹ്റ്റ്. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഷ് മഹ ദി ഹൗസ് ഓഫ് ഗാബൻ. അതായത് ഞാൻ ഹോംവർക്ക് ചെയ്യുന്നു. പ്രസൻസ്. ഓക്കെ, ഇഷ് ഹാബ ദി ഹൗസ് ഓഫ് ഗാബൻ ഗമാഹ്റ്റ്. ഇത് പെർഫെക്റ്റ്, അതായത് പാർട്ടിസിപ്സ് ആയി. ഇത് രണ്ടും പഠിച്ചു. ഇഷ് മഹ്റ്റ് ദി ഹൗസ് ഓഫ് ഗാബൻ പ്രിട്ടേറിട്ടു. അതായത് ഞാൻ ആദ്യത്തെ സെൻറ്റൻസിൽ ഞാൻ ഹോംവർക്ക് ചെയ്യുന്നു, പ്രസൻസ്. രണ്ടാമത്തേത് ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്തു, കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട് പാർട്ടിസിപ്സ് ആയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് കൂടുതൽ സംഭാഷണങ്ങളിൽ സംസാരിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് കഴിഞ്ഞ കാര്യത്തെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പെർഫെക്റ്റ് ഫോം. അതേസമയം ഈ പ്രെട്ടിയറിട്ടും പാസ്റ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നതോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതലും ശ്രൈബനുകളിലാണ്, എഴുതുന്ന കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതലും ഈ ഒരു പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. സംസാരിക്കുമ്പോൾ കഴിഞ്ഞ കാര്യത്തെ സൂചിപ്പിക്കാൻ നമ്മൾ പെർഫെക്റ്റ് ഫോം യൂസ് ചെയ്യും. അതുപോലെ റൈറ്റിങ്ങിൽ കഴിഞ്ഞ കാര്യത്തെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ പ്രെട്ടിയറിട്ടും യൂസ് ചെയ്യും. സോ ഇവിടെ ഞാൻ ഹോംവർക്ക് ചെയ്യുന്നു, ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തു. മൂന്നാമത്തത് ഹോംവർക്ക് ചെയ്തു എന്ന് തന്നെയാണ് മീനിങ് വരിക. അത് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് അടുത്തൊരു എക്സാമ്പിളോട് നോക്കാം. ഇഷ് ഹാബ് ഇൻ ബെർലിൻ ഗെവോണ്ട്. ഇത് പെർഫെക്റ്റാണ്, ഞാൻ പ്രസൻസ് എഴുതിയിട്ടില്ല. അതായത് ഞാൻ ബെർലിനിൽ താമസിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അത് ഞാൻ താമസിച്ചു, അതായത് പാസ്റ്റ് ടെൻസിൽ പറയാനാണെങ്കിൽ ഇഷ് വോണ്ട് ഇൻ ബെർലിൻ, അത് പ്രിട്ടേറിട്ടും. ഓക്കെ, ഇനി ഹാത്ത് ഫൂസ്ബാൾ ഗെസ്പീൽഡ്, അവൻ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്. ഓക്കെ,
കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് പെർഫെക്റ്റ് ഫോം, പാർട്ടിസിപ്സോ ആയി. ഇനി അവൻ കളിച്ചു എന്ന് പറയുന്നത് സ്പീൽറ്റ് ഫൂസ്ബാൾ, അത് പ്രിട്ടേറിട്ടം പാസ്റ്റ് ടെൻസ്. ഇനി wir haben bei BMW gearbeitet. എന്താണ്? ഞങ്ങൾ BMW ജോലി ചെയ്തിട്ടുണ്ട്. ഇനി ജോലി ചെയ്തു സിമ്പിൾ പാസ്റ്റിൽ പറയാനായിട്ടാണെങ്കിൽ വിയർ ഡാഷ് ബൈ BMW. ഇതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഇറഗുലർ വെർബിൻ്റെ കോൺജുഗേഷനും അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.